السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. إلهي أنت مقصودي ورضاك مطلوبي. اللهم اقض حاجاتنا يا قاضي الحاجات. أعوذ بكلمات الله التامات من شر ما خلق. أعوذ بالله من الشيطان الرجيم. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കാനും നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനുമുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, അവരുടെ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ, അവരുടെ പ്രയാസങ്ങൾ നീ അകറ്റി കൊടുക്കണേ അല്ലാ. മനസ്സിന് സമാധാനം നൽകണേ അല്ലാ. അൽഹംദുലില്ലാഹ്, പരിശുദ്ധമായ റജബ് മാസത്തിലെ വളരെയേറെ ശ്രേഷ്ഠതകൾ നിറഞ്ഞ വളരെയേറെ പുണ്യങ്ങൾ നിറഞ്ഞ ദിനരാത്രങ്ങൾ ഇങ്ങനെ നമ്മളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയിരക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾക്ക് ഈ പവിത്രമായ മാസത്തിൽ നരകമോചനം നടത്തുമ്പോ സാധുക്കളായ നമ്മയും ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ. ആയിരക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾക്ക് അള്ളാഹുവിന്റെ ബറക്കത്ത് കോരിച്ചെറിഞ്ഞു കൊടുക്കുമ്പോ ആ കൂട്ടത്തിൽ ഭാവികളായ സാധുക്കളായ നമ്മളെയും അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. ആയിരക്കണക്കിന് ആളുകൾക്ക് അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുമ്പോ നമ്മളുടെ പാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ട് നൽകട്ടെ. പരിശുദ്ധമായ മിഅ്റാജ് രാവിനെ വരവേൽക്കാനും പരിശുദ്ധമായ മിഅ്റാജിന്റെ ദിവസത്തിൽ റജബ് 27 കൃത്യമായി നോമ്പനുഷ്ഠിക്കാനും അള്ളാഹു നമ്മൾക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മളെ മജ്ലിസിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥതയോടുകൂടെ നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കുക. നിങ്ങൾക്കൊക്കെ ചൊല്ലാൻ പറ്റുന്ന വളരെ സിമ്പിളായ ലളിതമായ ദിക്റുകളും സ്വലാത്തുകളുമാണ് നമ്മളെ മജ്ലിസിൽ നമ്മൾ കൊണ്ടുവരുന്നത്. അത് ആത്മാർത്ഥമായി ചൊല്ലുക. നമ്മളെ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്തു കൊടുക്കണം. അത് മാത്രമാണ് നിങ്ങളോട് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. എൻ്റെ മുത്തു മുഅ്മിനീങ്ങളെ, എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ ഉമ്മമാരെ, സഹോദരിമാരെ, ഉപ്പമാരെ, അത് മാത്രമാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. മറ്റൊന്നും ആവശ്യപ്പെടുന്നില്ല. നിങ്ങൾ നമ്മളെ ചാനൽ മറ്റുള്ളവരിലേക്ക്, നമ്മളെ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക്, നിങ്ങളെ കുടുംബക്കാരിലേക്ക്, കൂട്ടുകാരിലേക്ക് ഒക്കെ എത്തിച്ചു കൊടുന്ന് ഒരു 10 ആളെ ഓരോരുത്തരും നമ്മളെ മജ്ലിസിലേക്ക് കൊണ്ടുവരണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മളെ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവരെ പ്രത്യേകം പരിഗണിക്കട്ടെ. وإلى حضرة سيدنا وحبيبنا محمد صلى الله عليه وسلم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة خواجة معين الدين الجشتي الأجميري قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة قطب العالم سيم ولي الله المدوري قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. മുത്തുനബിയുടെ ബറക്കത്ത് കൊണ്ട് നമ്മളെ ആഗ്രഹങ്ങളൊക്കെ അള്ളാഹു സഫലീകരിച്ച് നൽകട്ടെ. മദീനയിൽ ചെല്ലാൻ, മദീനയിൽ ചെന്ന് മുത്തുനബിയോടൊന്ന് സലാം
പറയാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. മുത്തുനബിയുടെ മഖ്ബറ റൗള സിയാറത്ത് ചെയ്യാൻ, മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ ചെയ്യാൻ അള്ളാഹു നമ്മൾക്ക് ഭാഗ്യം നൽകട്ടെ. അജ്മീർ ഖാജ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നമ്മളെ പ്രയാസങ്ങൾ അള്ളാഹു അകറ്റിത്തരട്ടെ. മഹാനായ CM വലിയുള്ളാഹി തങ്ങളെ ബറക്കത്ത് കൊണ്ട് നമ്മളെ ജീവിതത്തിൽ അള്ളാഹു സമാധാനം നൽകട്ടെ. വലിയ ബറക്കത്തുള്ള മഹാനാണ് ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി തങ്ങൾ. കഴിയുന്ന ആളുകളൊക്കെ അജ്മീറിലേക്ക് പോകാൻ ചിലപ്പോൾ എല്ലാവർക്കും കഴിഞ്ഞോളുന്നില്ല, കുറച്ച് പ്രയാസമാണ്. മക്കത്തേക്കും മദീനത്തേക്കും പോകല് അത് വലിയ പ്രയാസമാണ്. അള്ളാഹു എല്ലാവർക്കും മക്കത്തേക്കും മദീനത്തേക്കും പോകാനുള്ള തൗഫീഖ് നൽകട്ടെ. അതിനുള്ള സമ്പത്ത് നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് മടവൂരിലേക്ക് നിങ്ങൾ പോവുക. മടവൂരിൽ ചെന്ന് നിങ്ങൾ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. മടവൂർ തങ്ങളോട് സഹായം ചോദിക്കുക. അങ്ങനെ നമ്മൾക്ക് അജ്മീറിലേക്ക് പോകാൻ അള്ളാഹു ഭാഗ്യം നൽകും. അജ്മീറിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് എന്തായാലും നമ്മൾ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ ചെയ്യും. അതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മടവൂരിൽ പോകാത്ത ആളുകളൊക്കെ ഒന്ന് മടവൂരിൽ പോവുക. നമ്മളെ മജ്ലിസ് മടവൂർ ശൈഖിന്റെ ബറക്കത്തുള്ള മജ്ലിസായി അള്ളാഹു മാറ്റിത്തരട്ടെ. അജ്മീർ ഖാജ തങ്ങളുടെ ബറക്കത്തുള്ള മദതുള്ള മജ്ലിസായി നമ്മളെ മജ്ലിസിനെ അള്ളാഹു മാറ്റിത്തരട്ടെ. ഇൻഷാ അല്ലാഹ് മഹാനായ CM വലിയുള്ളാഹി തങ്ങളെ ബറക്കത്തുള്ള മജ്ലിസാണ്. നിങ്ങൾ നമ്മളെ മജ്ലിസ് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ബഹുമാനപ്പെട്ട അജ്മീർ ഖാജ തങ്ങളുടെ പേരിൽ നമ്മൾ ഫാത്തിഹ ഓതിയിട്ടുണ്ട്. അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഭൂമി മീതെ പാപിയായി വാണിടുന്ന ഞങ്ങളെ ശൈഖുനാ മടവൂരിനാലെ കാവലേക് റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാഹിറും വബാത്തിനായ രോഗമീന്ന് ഞങ്ങളെ ശൈഖുനാ മടവൂരിനാലെ മാറ്റിടേണേ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. സുഹൃതങ്ങളേറെ ചെയ്യുവാൻ പാപങ്ങളെ അകറ്റുവാൻ മികവുറ്റ ജീവിതം തീർക്കുവാൻ മടവൂർ വലി തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. സൽക്കർമ്മമിൽ മുഴുകിടുവാൻ സന്താപമെല്ലാം മാറുവാൻ സന്തോഷ ജീവിതമേറ്റുവാൻ മടവൂർ വലി തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. കടം വീടി റാഹത്തായിടാൻ ബന്ധങ്ങളിൽ ഖൈറേറിടാൻ മനസ്സിന്റെ വ്യതകൾ മാറിടാൻ അജ്മീർ വലി തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാ ഗുണങ്ങൾ നേടുവാൻ കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ സ്വർഗത്തിലൊന്നായി ചേരുവാൻ നബി തങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. കച്ചവടം കൃഷി മുഴുവനും ചെയ്യുന്ന ജോലിയിലൊക്കെയും നബി തങ്ങളെ ബറക്കത്തിനാൽ റഹ്മത്ത് തായ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും നബി തങ്ങളെ ബറക്കത്തിനാൽ യമിക്കാക്കണം യാ റബ്ബനാ.
ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദണ്ണം ബബാവ സൂരിയും മറ്റുള്ള ദീനമടങ്കലും നബി തങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ നബി തങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്യണേ റഹ്മാനെ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. എല്ലാ ആഫത്ത് മുസീബത്ത് ഇടങ്ങേറുകളെ തൊട്ടും മുത്തുനബിയുടെ ബറക്കത്ത് കൊണ്ട്, അജ്മീർ ഹാജ് തങ്ങളെ ബറക്കത്ത് കൊണ്ട്, മടവൂർ ശൈഖിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ കാക്കണം അല്ലാ. എല്ലാവിധ ദുഃഖങ്ങളെ തൊട്ടും കാക്കണേ അല്ലാ. രോഗങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ. ഈമാൻ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. സലാമത്ത് നൽകണേ അല്ലാ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി ചെല്ലാൻ പോകുന്നത് നമുക്കറിയാം, ആഫത്ത് മുസീബത്തിന്റെ ഒരു കാലമാണ്. പ്രകൃതി ദുരന്തങ്ങൾ അധികരിച്ചു കൊണ്ടിരിക്കുന്നു. പെട്ടെന്നുള്ള മരണങ്ങൾ, മാരകമായ രോഗങ്ങൾ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആക്സിഡന്റ് പോലത്തെ അപകടങ്ങൾ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, മക്കൾ ഉമ്മയെ കൊലപ്പെടുത്തുന്ന അതിഭയാനകരമായ ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ, ആഫത്ത് മുസീബത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ മഹാന്മാര് പഠിപ്പിച്ചു തന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്ത്, ഒരു ദിക്റാണ് നമ്മൾ ചൊല്ലുന്നത്. എല്ലാവരും ആത്മാർത്ഥതയോടുകൂടെ ചൊല്ലുക. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. മനസ്സുള്ള ഉമ്മമാര് ചെല്ലുന്നുണ്ടെങ്കിൽ ഇതൊരു ദിക്റാണ് എന്ന നിലക്ക് ചെല്ലിയാൽ മതി. കാരണം ഇത് യാസീനിലെ ഒരു ആയത്താണ്. നിങ്ങളിത് ഒരു ദിക്റാണ്, ഞങ്ങൾ പതിവായി ചെല്ലുന്ന ഒരു ദിക്റാണ് എന്ന നിലക്ക് ചെല്ലുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു കൂലി നൽകി അനുഗ്രഹിക്കട്ടെ. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, 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 സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അല്ലാഹു സ്വീകരിക്കട്ടെ. 33 പ്രാവശ്യം നമ്മൾ ചൊല്ലിയിട്ടുണ്ട്. എല്ലാ ദിവസവും സുബഹി നിസ്കാരത്തിന്റെ ശേഷം 28 പ്രാവശ്യം ചൊല്ലണേ ഉമ്മമാരെ. ഇത് ഭർത്താക്കന്മാരാണ് കാണുന്നതെങ്കിൽ ഭാര്യമാരോട് ചൊല്ലാൻ പറയണേ. ഭാര്യമാരാണ് കാണുന്നതെങ്കിൽ ഭർത്താക്കന്മാരോട് ജോലിക്ക് പോകുന്നതിന്റെ മുമ്പ് 28 പ്രാവശ്യം ചൊല്ലാൻ പറയുക. അതുപോലെ മക്കളോട് കോളേജിലേക്ക് പോകുമ്പോ, സ്കൂളിലേക്ക് പോകുമ്പോ 28 പ്രാവശ്യം ചൊല്ലാൻ പറയുക. ആഫത്ത് മുസീബുകൾ നിന്ന് വലിയ കാവലാണ്. ഈ മജ്ലിസിൽ മാത്രമല്ല, എല്ലാ മജ്ലിസിലും നമ്മളത് ചൊല്ലണം. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇൻഷാ അല്ലാഹ് നരകത്തിനെ തൊട്ട് നമ്മൾക്ക് കാവല് ചോദിക്കാം. എത്രയോ ആളുകൾക്ക് നരകമോചനം നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്, മാസമാണ് റജബ് എന്ന് പറയുന്നത്. ഈ റജബ് മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മൾക്കൊക്കെ നരകമോചനം നൽകട്ടെ. നരകത്തിനെ തൊട്ട് നമ്മൾ കാവല് ചോദിക്കണം. എല്ലാ ദിവസവും സുബ്ഹാനല്ലാഹ് മഗ്രിബ് നിസ്കാരത്തിന്റെ ശേഷം പ്രത്യേകം നരകത്തിനെ തൊട്ട് കാവല് ചോദിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു 7 പ്രാവശ്യം. അതുപോലെ തന്നെ സുബഹി നിസ്കാരത്തിന്റെ ശേഷം 7 വട്ടം നരകത്തിനെ തൊട്ട് കാവല് ചോദിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ദിക്റും പഠിപ്പിച്ചു തന്നു. ഏതാണ് ആ ദിക്ർ? അല്ലാഹുമ്മ അജ്ർനി
അജിർനി മിനന്നാർ അല്ലാഹുമ്മ 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 അജിർനി മിനന്നാർ اللهم اجرني من النار 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 അല്ലാഹ് നരകത്തിനെ തൊട്ട് നമ്മളെ കാവൽ നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നരകത്തിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് നമ്മളെയാണ്, മനുഷ്യന്മാരെയാണ് തരം നരകത്തിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത്. അള്ളാഹു കാക്കട്ടെ. നരകത്തിൽ ഒരുപാട് ആളുകളെ ഇസ്രാ മിറാജിന്റെ രാത്രിയിൽ അള്ളാഹിന്റെ റസൂല് കണ്ടിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, നിസ്കരിക്കാത്തവരെ കണ്ടിട്ടുണ്ട്. നിസ്കരിക്കാത്തവർക്ക് നരകത്തിലെ ശിക്ഷ എന്താണെന്നറിയോ? വലിയ പടുകൂറ്റൻ കല്ലുകളുണ്ട്, പാറകളുണ്ട്. ആ പാറയിൽ കല്ലിൽ സ്വന്തം തല പോയി തല അടിച്ചു പൊട്ടിക്കുക, സ്വന്തം തല അടിച്ചു പൊട്ടിക്കുക പാറക്കല്ലിൽ. അള്ളാഹു കാക്കട്ടെ. എത്ര വേദന ഉണ്ടാകും. പിന്നെയും ആ തല ശരിയാകും, പിന്നെയും സ്വന്തം തല പാറയിൽ പോയി അടിച്ചു പൊട്ടിക്കും. അതുപോലെ എൻ്റെ ഉമ്മമാരെ, മുടി മറക്കാതെ ഔറത്ത് മറക്കാത്ത സ്ത്രീകളുടെ അവസ്ഥ നരകത്തിൽ കണ്ടിട്ട് അള്ളാഹുവിന്റെ റസൂൽ കരഞ്ഞു പോയിന്ന, അള്ളാഹുവിന്റെ റസൂൽ വല്ലാതെ സങ്കടപ്പെട്ടു പോയിന്ന, അത്രയും ഭയാനകരമാണത്രേ ഔറത്ത് മറക്കാത്ത മുടി മറക്കാത്ത സ്ത്രീകൾക്ക് നരകത്തിലുള്ള ശിക്ഷ. സുബ്ഹാനല്ലാഹ്, പലിശ ഭക്ഷിക്കുന്നവരുടെ ശിക്ഷ എന്താണെന്നറിയോ? വെറുതെ ആവശ്യത്തിനും ആവശ്യമില്ലാതെയും പലിശ എടുക്കുന്ന ഉമ്മമാരുണ്ട്. വെറുതെ ലോൺ എടുക്കുക ബാങ്കിൽ പോയിട്ട്, അപ്പുറത്തും പെരേറ്റ് എന്നിട്ട് എന്തിനാണ് നമ്മൾ വലിയ പെരേറ്റാ നിൽക്കുന്നത്? നമ്മളെ കപ്പാസിറ്റിക്കും ബൂളാസിറ്റിക്കും അനുസരിച്ച് നമുക്ക് പെരേറ്റിയാ പോരെ. സുബ്ഹാനല്ലാഹ്, അപ്പുറത്തും വലിയ ജോറായിട്ട് കല്യാണം കഴിച്ചിട്ടുണ്ടാവും മകളെ. അതിന് നമ്മളെന്തിനാ അതിന് അസൂയപ്പെടുന്നത്? അതല്ലെങ്കിൽ നമ്മൾ അത് കണ്ടിട്ട് ബാങ്കിൽ പോയി ലോൺ എടുക്കണോ? പലിശയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ ശിക്ഷ സുബ്ഹാനല്ലാഹ്, നരകത്തിൽ അവന്റെ വയറിങ്ങനെ വീർത്തു വരും, വയറിങ്ങനെ വീർത്തു വരും, നടക്കാൻ പോലും കഴിയൂല, അതിങ്ങനെ പൊട്ടും. പിന്നെയും വയറുണ്ടാകും, അതിങ്ങനെ വീർക്കും, നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാവും. അത്രയും ഭയാനകരമാണ്. അല്ലാഹു കാക്കട്ടെ. ഇങ്ങനെ ഓരോ അവസ്ഥ. ലഹരി ഉപയോഗിച്ചാൽ നരകത്തിലെ അവസ്ഥ എന്താ? കള്ളുകുടിയന്മാർക്ക് നരകത്തിലെ അവസ്ഥ എന്താണെന്നറിയോ? വ്യഭിചാരികളായ സ്ത്രീകളുടെ ശരീരത്തിൽ നിന്ന് പോരുന്ന തീനത്തുൽ ഖബാൽ എന്ന് പറയുന്ന ജലമാണത്രേ. മയക്കുമരുന്ന്, ലഹരി, കള്ളു ഉപയോഗിക്കുന്ന ആളുകൾക്കുള്ള ശിക്ഷ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവേ, നരകത്തിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. നരകത്തിനെ തൊട്ട് കാത്തു രക്ഷിക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്, ഇനി നമ്മൾക്ക് റജബിലുള്ള പ്രാർത്ഥന. റജബ് ദിവസങ്ങൾക്കകം ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് നമ്മളോട് വിട പറയാനുള്ളത്. നമ്മൾക്ക് ആത്മാർത്ഥമായി ചെല്ലാം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ وشعبان. اللهم بارك لنا في رجب 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 وشعبان.
وشعبان اللهم بارك لنا في رجب 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 وشعبان. ഈ പ്രാർത്ഥന റജബ് മാസത്തിലും പ്രാർത്ഥിക്കണം, ശഅബാ മാസത്തിലും ഇതുപോലെ തന്നെ പ്രാർത്ഥിക്കണമെന്ന് മഹാന്മാർ നമ്മളെ പഠിപ്പിച്ചു. വലിയ ബർക്കത്തുള്ള പ്രാർത്ഥനയാണ്. ഇനി മുതൽ എത്രത്തോളം നമുക്ക് ദുആ ചെയ്യാൻ പറ്റും അത്രത്തോളം ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ, ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ, അനുഗ്രഹം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. നിങ്ങൾക്കൊക്കെ ചൊല്ലാൻ വലിയ ഇഷ്ടമുള്ള ഒരു ദിക്റാണിത്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله. അതിന്റെ അർത്ഥം എന്നറിയോ? ഹസ്ബി റബ്ബി, എനിക്ക് എൻ്റെ റബ്ബ് മതി. അതേ മാഫി കൽബി ഗൈറുല്ലാ, എന്റെ ഹൃദയത്തിൽ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. എനിക്ക് എന്റെ റബ്ബിനെ മതി, അവൻ യോഗ്യനും മഹാനുമാണ്. എന്റെ കൽബിൽ അല്ലാതെ മറ്റാരുമില്ല. നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല. മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണ്. ആ മുഹമ്മദ് നബിയുടെ മേൽ അല്ലാഹു ഗുണം ചെയ്യട്ടെ എന്നാണ് ഇതിന്റെ അർത്ഥം. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടി ചൊല്ലാം. حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله. الله സ്വീകരിക്കട്ടെ.
അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാനും മനസ്സിലാക്കാനുമുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ. അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് നൽകി ആത്മീയമായ വിജ്ഞാനം നൽകി അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ, സ്വീകരിക്കട്ടെ, മുറാദ് ഹാസിലാക്കി തരണേ അല്ലാ. ഞങ്ങളെ ഹാജത്തുകൾ നിറവേറ്റി തരണേ അല്ലാ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി തൗബ ചെയ്യാം. ഇനി നമ്മൾ തൗബ ധാരാളം ചെയ്യണം. റജബ് നമ്മളിൽ നിന്ന് വിട പറയാണ്. മനസ്സിലെ കറ കളഞ്ഞിട്ട് വേണം ശഅബാനിലേക്ക് നമ്മൾ പോകാൻ. ഇനി ആകെ കുറഞ്ഞ ദിവസമുള്ളൂ, 7 8 അതല്ലെങ്കിൽ 6 ദിവസം മാത്രമേ ഉള്ളൂ നമ്മളെ മുമ്പിലുള്ളത്. അതുകൊണ്ട് ആത്മാർത്ഥമായി പറയുക, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ, 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 അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇനി നിങ്ങൾ എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും നിങ്ങൾക്ക് ഒഴിവിട്ടുമ്പോഴൊക്കെ ഇത് നിങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. കാരണം തൗബയുടെ സമയങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയൂല. നമ്മളെ ആയുസ്സുകൾ ഇങ്ങനെ കുറഞ്ഞു കൊണ്ടിരിക്കുകയാണ്. നമ്മളെ കഴിഞ്ഞ ആയുസ് 1 കോടി രൂപ തരാന്ന് പറഞ്ഞാലും ഒരാൾക്കും തിരിച്ചു തരാൻ പറ്റൂല. ഇവിടെ ഒരുപാട് മുതലാളിമാരുണ്ട്, രാജാക്കന്മാരുണ്ട്, വലിയ വലിയ ധനാട്യന്മാരുണ്ട്. അവരോട് പറയാണ് 1 കോടി രൂപ തരാം. അവർ നമ്മളോട് വന്ന് പറയാണ് 1 കോടി രൂപ തരാം, എന്റെ കഴിഞ്ഞു പോയ സമയം തിരിച്ചു തരുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് കൊടുക്കാൻ കഴിയൂല. അവർക്ക് ഇങ്ങോട്ടും തരാൻ കഴിയൂല, നമുക്ക് അങ്ങോട്ടും കൊടുക്കാൻ കഴിയൂല. അത്രയും വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ആയുസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ തന്നെയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, റജബ് മാസം കഴിയാനായിക്കണു. വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ധാരാളം ഇസ്തിഗ്ഫാറുകൾ ഞാൻ നിങ്ങളൊക്കെ അധികരിപ്പിക്കണം. നിങ്ങൾ അധികരിപ്പിക്കുമ്പോൾ സാധുവായ എന്നെയും എൻ്റെ കുടുംബത്തിനെയും എൻ്റെ കൂട്ടുകാരെയും എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മളെ മജ്‌ലിസിലുള്ള ആളുകളൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തുക. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദ്വയർക്കുക. അതാണ് നമ്മളെ കയ്യിൽ ഉണ്ടാകുള്ളൂ. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഇനി നമ്മൾ അള്ളാഹിന്റെ ഒരു ഇസ്മു ചെല്ലാൻ പോവുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഇസ്മാണ്. അള്ളാഹ് തന്നെയാണ് ആ ഇസ്മ. അത് അള്ളാഹ് എന്നുള്ള ഇസ്മ വളരെ പ്രധാനപ്പെട്ട ഇസ്മാണ്. ഇസ്മുൽ അഅ്ലമാണെന്ന് വരെ മഹാന്മാര് രേഖപ്പെടുത്തിയതായി കാണാം. യാ അല്ലാഹു യാ അല്ലാഹ് 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 യാ അല്ലാഹു യാ അല്ലാഹ്
ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് സിഹറിനെ തൊട്ട് കാവല് ചോദിക്കാം, കണ്ണേറിനെ തൊട്ട് കാവല് ചോദിക്കാം, പൈശാചികമായ ശർറുകളെ തൊട്ട് കാവല് ചോദിക്കാം. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, 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 അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ബർക്കത്തിന് വേണ്ടി അല്പം സൂറത്തുൽ ഇഖ്ലാസ് അല്ല സൂറത്തുൽ കൗസർ നമ്മൾ ഓതി ദുആ ചെയ്യാം. സൂറത്തുൽ കൗസർ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നും ഒരു 3 പ്രാവശ്യമെങ്കിലും നിങ്ങൾ പാരായണം ചെയ്യണം. വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ കാണാവുന്നതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. ഇൻഷാ അല്ലാഹ് പ്രാർത്ഥനയിലേക്ക് കടക്കണം. അല്പം ദുആ ചെയ്യുക. നിങ്ങളൊക്കെ ദ്വാരക്കുമ്പോൾ എന്നെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. നിങ്ങൾ ആമീൻ പറയുമ്പോൾ കമന്റിൽ ആമീൻ ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ. കമന്റിൽ ഒന്ന് ആമീൻ പറയാം. എല്ലാവരും അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അർഹമുർ റഹീമീനായ കരുണക്കടലായ അല്ലാഹുവേ, പാവപ്പെട്ട ഉമ്മമാര്, ഉപ്പമാര്, സഹോദരിമാര്, സഹോദരന്മാര് ഞങ്ങളെ മജ്ലിസിൽ പങ്കെടുക്കുന്നുണ്ട്. അവർക്കൊക്കെ പല പല ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് അവർ ഈ മജ്ലിസിൽ പറയുന്ന ദിക്റുകൾ, സലാത്തുകൾ ചൊല്ലുന്നത്. ആഗ്രഹങ്ങൾ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാ. മുറാദുകൾ, ഹാജത്തുകൾ നിറവേറ്റി കൊടുക്കണേ അല്ലാ. ജീവിതത്തിലെ പ്രയാസങ്ങൾ അകറ്റി കൊടുക്കണേ അല്ലാ. ആയിരം പ്രശ്നങ്ങൾ പേറിക്കൊണ്ടാണ് ഈ മജ്ലിസിൽ പാവപ്പെട്ട ഉമ്മമാര് പങ്കെടുക്കുന്നത്. പല ഉമ്മമാരും കണ്ണുനീർ വാർത്തുകൊണ്ടാണ് മജ്ലിസിൽ പങ്കെടുക്കുന്നത്. അവരുടെ മുറാദുകൾ ഹസിലാക്കി കൊടുക്കണേ അല്ലാ. ദുഃഖങ്ങൾ അകറ്റി കൊടുക്കണേ അല്ലാ. കഷ്ടപ്പാടുകൾ അകറ്റി
കൊടുക്കണേ അല്ലാ. മനസ്സിലെ വേദനകൾ അകറ്റി കൊടുക്കണേ അല്ലാ. ബുദ്ധിമുട്ടുകൾ അകറ്റി കൊടുക്കണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. റാഹത്ത് നൽകണേ അല്ലാ. സന്തോഷമുള്ള ജീവിതം നൽകണേ റഹ്മാനെ. എത്രയോ ഉമ്മമാര് മാരകമായ രോഗം കാരണം പ്രയാസത്തിലാണ്. കണ്ണേറുള്ള ആളുകളുണ്ട്, സിഹറുള്ള ആളുകള്, അതുപോലെ പ്രഷർ ഉള്ളവര്, ഷുഗർ ഉള്ളവര്, ക്യാൻസർ ഉള്ളവര്, കാലുവേദന, ഊരവേദന, തലവേദന, മുട്ടുവേദന, ഗർഭാശയത്തിൽ മുഴയുള്ള ആളുകള്, വൃക്കക്ക് പ്രശ്നം, തലച്ചോറിന് പ്രശ്നം, കിഡ്നിക്ക് പ്രശ്നമുള്ള ആളുകള്, അങ്ങനെ ഒരുപാട് അസുഖമുള്ള ആളുകള്, ചെവി വേദനയുള്ളവർ, ചെവിക്ക് കേൾവി കുറവുള്ള ആളുകളുണ്ട്. ശിഫ നൽകണേ അല്ലാ. ആയിരാരോഗ്യം നൽകണേ അല്ലാ. വേദനകൾ അകറ്റി കൊടുക്കണേ അല്ലാ. ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ രോഗം ശിഫയാക്കി കൊടുക്കണേ അല്ലാ. ഒരുപാട് ഉമ്മമാര് കടത്തിലാണ് റഹ്മാനെ. കടങ്ങൾ വെട്ടിക്കൊടുക്കണേ അല്ലാ. കടക്കാരായി മരിപ്പിക്കല്ല റഹ്മാനെ. കടം കാരണം എത്രയോ ഉമ്മമാര് ദിവസങ്ങളോളമായി, മാസങ്ങളോളമായി ശരിക്കൊന്ന് ഉറങ്ങിയിട്ട് പല ഉമ്മമാരും ആത്മഹത്യയുടെ വക്കിലെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ ഉമ്മമാരുണ്ട് റബ്ബേ. നാട് വിടുകയാണെന്ന് പറഞ്ഞ സഹോദരന്മാരുണ്ട്. പടച്ചവനെ, കടങ്ങളെ തൊട്ടവരെ കാക്കണേ അല്ലാ. കടമെന്ന മുസീബത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. ഒരാളുടെ മുന്നിൽ കൈ നീട്ടേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ. സമ്പത്തില്ലാത്തതിന്റെ പേരിൽ ഒരാളുടെ മുന്നിൽ തലകുനിക്കേണ്ട അവസ്ഥ വരുത്തല്ല റഹ്മാനെ. പടച്ചവനെ, ഒരുപാട് ഉമ്മമാര് വീടില്ലാതെ ഇപ്പോഴും വാടക വീട്ടിലാണ്, ഓലമേഞ്ഞ വീടുകളിലാണ് താമസിക്കുന്നത്. നല്ല വീട് കൊടുക്കല്ല, റാഹത്തുള്ള വീട് കൊടുക്കല്ല. പണി തുടങ്ങിയവർക്ക് പൂർത്തീകരിക്കാനുള്ള തൗഫീക്ക് നൽകണേ റഹ്മാനെ. നല്ല വീട് കൊടുക്കല്ല, വീട് കൊടുക്കണേ റഹ്മാനെ. ഒരുപാട് മക്കള് പരീക്ഷ എഴുതുന്നുണ്ട്, അവർക്ക് ഉന്നത വിജയം നൽകണേ അല്ലാ. നല്ല മാർക്ക് കൊടുക്കണേ റഹ്മാനെ. നല്ല ഫുള്ളി A+ കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. പടച്ചവനെ, ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കല്ല. വിവാഹപ്രായമെത്തിയിട്ട് ഇപ്പോഴും വിവാഹം ശരിയാകാതെ തടസ്സങ്ങളിലാണ്, നീക്കി കൊടുക്കണേ റഹ്മാനെ. നല്ല ദാമ്പത്യ ജീവിതം നൽകണേ അല്ലാ. ഞങ്ങളൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും സമാധാനവും ഐക്യവും നൽകണേ അല്ലാ. പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകണേ അല്ലാ. എത്രയോ ഭർത്താക്കന്മാര്, ഭാര്യമാര് പ്രയാസത്തിലാണ്. ദുസ്വഭാവം കാരണം ഭർത്താവിന്റെ ഭാര്യയുടെ നന്നാക്കി കൊടുക്കണേ അല്ലാ. മക്കള് കാരണം ഞങ്ങളെ അഭിമാനം നഷ്ടപ്പെടുത്തല്ല അല്ലാ. മക്കളെ ദുസ്വഭാവങ്ങള്, ദേശങ്ങളൊക്കെ നന്നാക്കണേ റഹ്മാനെ. ലഹരിക്ക് അടിമപ്പെട്ട മക്കളുണ്ടെന്ന് പറയുന്നു, കാക്കണേ അല്ലാ. അത്തരം ദുസ്വഭാവങ്ങളെ തൊട്ട് മക്കളെ കാക്കണേ റഹ്മാനെ. ഞങ്ങളെ പാവപ്പെട്ട ഉമ്മമാരെ കാക്കണേ അല്ലാ. ഉപ്പമാരെ കാക്കണേ റഹ്മാനെ. ഞങ്ങൾക്കും ഞങ്ങളുടെ പാവപ്പെട്ട ഉമ്മമാര്, ഉപ്പമാര്, ഭാര്യ ഭർത്താക്കന്മാര്, ഞങ്ങളെ മക്കളുണ്ട് റബ്ബേ. ഞങ്ങളെ ഭാര്യമാര്, സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഞങ്ങളെ ജ്യേഷ്ഠനിയന്മാര്, അനിയത്തിമാര്, ഞങ്ങളെ മജ്ലിസ് കാണുന്നവര്, ഭക്ഷണം തന്നവര്, അയൽവാസികള്, കൂട്ടുകാര്, ഇങ്ങനെ തുടങ്ങി പല പല ആളുകൾ, വല്ലുപ്പ വല്ലുമ്മമാര്, ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും ഇസ്സത്തും ഖുവ്വത്തും റാഹത്തും ഈമാനും തഖ്വയും നൽകണേ അല്ലാ. ഇബാദത്ത് ചെയ്യാനുള്ള മനസ്സ് നൽകണേ അല്ലാ. മുറാദുകൾ ഹാസിലാക്കി കൊണ്ട് അല്ലാ. മരണപ്പെട്ടുപോയ ഖബർ വിശാലമാക്കണേ അല്ലാ. പൈശാചികമായ ശറുകളെ തൊട്ട് കാക്കണേ അല്ലാ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് നിനക്കറിയാം. എല്ലാം നീ പൂർത്തീകരിച്ചു കൊടുക്കല്ലാ. കൊടുക്കണേ അല്ലാ. സ്വർഗം നൽകണേ അല്ലാ. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ഇബാദത്ത് നിസ്കരിക്കാനുള്ള മനസ്സ് നൽകല്ലാ. ഹജ്ജും ഉംറയാലെ തൗഫീക്ക് നൽകല്ലാ. മുത്തുനബിയെ സ്വപ്നം കാണാൻ ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളെ സ്വഭാവം നന്നാക്കണേ അല്ലാ. ഞങ്ങളെ മജ്ലിസ് കബൂൽ ചെയ്യണേ റഹ്മാനെ. മഹാനായ അജ്മീർ ഖാജി തങ്ങളെ ബർക്കത്ത് നൽകണേ അല്ലാ. CM വലിയുള്ളാഹി തങ്ങളെ പൊരുത്തം നൽകണേ അല്ലാ. മുത്തുനബിയുടെ അനുഗ്രഹവും ബറക്കത്തും റഹ്മത്തും ഞങ്ങളെ മജ്ലിസിൽ നൽകണേ അല്ലാ. പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട്, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങൾക്കും മരണപ്പെട്ടു പോയവർക്കും നാളെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാല്ല ഭാഗ്യം നൽകണേ അല്ലാ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ സാലിയായ സർവ്വ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. ഞങ്ങളെ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നവരെ പ്രത്യേകം നീ പരിഗണിക്കണേ അല്ലാ. ഞങ്ങളെ മജ്ലിസിലേക്ക് ആളെ കൊണ്ടുവരുന്നവർക്ക് നീ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ അലൈക തവക്കൽനാ വഇലൈക അനബിനാ വഇലൈക്കൽ മസീർ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസ് അവസാനിച്ചു. ഉച്ചക്ക് 1 മണിക്ക് നമ്മുടെ ചാനലിൽ നല്ല നല്ല വിവരങ്ങൾ ഉണ്ടാകും. അതെല്ലാവരും കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഇങ്ങനത്തെ രാവിലെ 6 മണിക്ക് നമ്മുടെ മജ്ലിസ് ഉണ്ടാകും. അതിൽ നിങ്ങളൊക്കെ പങ്കെടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.